നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ജനുവരി മാസമായി നമ്മളിൽ പലരും ടാക്സ് ലാഭിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ഇൻഷുറൻസ് ഏജന്റുമാരുടെ കോളുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. സാറേ, ഈ പോളിസി എടുത്താൽ ടാക്സ് ലാഭിക്കാം, കാലാവധി കഴിയുമ്പോൾ നല്ലൊരു തുകയും കിട്ടും എന്നൊക്കെയാകും വാഗ്ദാനം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടാക്സ് ലാഭിക്കാൻ വേണ്ടി മാത്രം നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും പിന്നീട് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുക. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ELSS അഥവാ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീമിനെ കുറിച്ചാണ്. ഒപ്പം ഇൻഷുറൻസ് പോളിസികളും ELSSും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ആദ്യം എന്താണ് ELSS എന്ന് നോക്കാം. ലളിതമായി പറഞ്ഞാൽ ടാക്സ് ഇളവ് തരുന്ന മ്യൂച്വൽ ഫണ്ടുകളാണിവ. നമ്മൾ ടാക്സ് ലാഭിക്കാൻ പഴയ ടാക്സ് രീതി അഥവാ ഓൾഡ് റെജീം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെ ELSSൽ നിക്ഷേപിച്ച് ടാക്സ് കുറയ്ക്കാം. ഒപ്പം ഓഹരി വിപണിയുടെ വളർച്ചയും കിട്ടും. ഇനി ഇൻഷുറൻസ് പ്ലാനുകളും ELSSും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ നമ്മൾ കാണുന്ന എൻഡോമെന്റ് പോളിസികൾ അല്ലെങ്കിൽ മണി ബാക്ക് പോളിസികൾ നമുക്ക് നൽകുന്ന റിട്ടേൺ പരമാവധി 5 മുതൽ 6% വരെയാണ്. എന്നാൽ നല്ലൊരു ELSS ഫണ്ട് കഴിഞ്ഞ 10-20 വർഷമായി നൽകുന്നത് 12 മുതൽ 15% വരെ റിട്ടേൺ ആണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾ 1 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. ആദ്യം ഇൻഷുറൻസ് പ്ലാനിൽ ഏകദേശം 6% വളർച്ച കണക്കാക്കിയാൽ 5 വർഷം കഴിയുമ്പോൾ അത് ഏകദേശം 1,33,000 രൂപയാകും. 10 വർഷം കൊണ്ട് അത് 1,79,000 രൂപയാകും. 20 വർഷം കൊണ്ട് ആ 1 ലക്ഷം രൂപ വളർന്ന് ഏകദേശം 3,20,000 രൂപയാകും. ഇനി ഇതേ 1 ലക്ഷം രൂപ ഒരു നല്ല ELSS ഫണ്ടിലാണ് ഇട്ടിരുന്നെങ്കിലോ? SBI ലോങ് ടൈം ഇക്വിറ്റി ഫണ്ടോ ICICI പ്രൊഡൻഷ്യൽ ELSSO പോലെ കഴിഞ്ഞ 10-15 വർഷമായി ഏകദേശം 15% റിട്ടേൺ നൽകിയ ഫണ്ടുകൾ ഉദാഹരണമായി എടുക്കാം. ഈ 15% വെച്ച് നോക്കിയാൽ 5 വർഷം കൊണ്ട് നിങ്ങളുടെ 1 ലക്ഷം രൂപ ഏകദേശം 2 ലക്ഷമാകും. 10 വർഷം കൊണ്ട് ഇത് 4 ലക്ഷമാകും. 20 വർഷം കൊണ്ട് ആ 1 ലക്ഷം രൂപ വളർന്ന് 14,30,000 രൂപയാകും. ശ്രദ്ധിക്കുക, ഇൻഷുറൻസ് പ്ലാനിൽ 20 വർഷം കൊണ്ട് കിട്ടുന്നത് 3 ലക്ഷം. ELSSൽ അത് 16 ലക്ഷം വരെ ആകാൻ സാധ്യതയുണ്ട്. ഇൻഷുറൻസ് എപ്പോഴും റിസ്ക് കവർ ചെയ്യാൻ മാത്രമായി ഉപയോഗിക്കുക. നിക്ഷേപത്തിനായി മ്യൂച്വൽ ഫണ്ടുകളെയാണ് പരിഗണിക്കേണ്ടത്. ഇനി സാധാരണ മ്യൂച്വൽ ഫണ്ടും ELSS തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രധാന വ്യത്യാസം ലോക്ക് ഇൻ പീരീഡ് ആണ്. ELSSൽ ഇടുന്ന പണം 3 വർഷത്തേക്ക് പിൻവലിക്കാൻ പറ്റില്ല. സാധാരണ ഫണ്ടുകളിൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ടാക്സ് ഇളവ് ELSSന് മാത്രമേ ഉള്ളൂ. ഇത്രയും കേൾക്കുമ്പോൾ ELSS മാത്രമേ നല്ലതുള്ളൂ എന്ന് തോന്നാം. പക്ഷേ ഇതിന് ചില ദോഷങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞ 3 വർഷത്തെ ലോക്കിൻ, അത്യാവശ്യം വന്നാൽ പോലും പണം എടുക്കാൻ പറ്റില്ല. 2, ഇത് ഓഹരി വിപണിയാണ്. നമ്മൾ ഇപ്പോൾ കണ്ട 15% കണക്ക് കഴിഞ്ഞ കാലത്തെ പ്രകടനമാണ്. 4, വിപണി ഇടിഞ്ഞാൽ മുതലിനെ അത് ബാധിക്കാം. ലാഭത്തിന് ഗ്യാരണ്ടി ഇല്ല. 3, ടാക്സ് ആണ്. ഒരു വർഷം 1,25,000 രൂപയിൽ കൂടുതൽ ലാഭം കിട്ടിയാൽ അതിന് 12.5% ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കൊടുക്കണം. അതുകൊണ്ട് ടാക്സ് ലാഭിക്കണം, ഒപ്പം പണപ്പെരുപ്പത്തെ തോൽപ്പിക്കുന്ന വളർച്ചയും വേണം എന്നുള്ളവർക്ക് ELSS പഠിച്ചു നോക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വിദഗ്ധന്റെ അഭിപ്രായം തേടിയ ശേഷം മാത്രം തീരുമാനമെടുക്കുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് സ്കീം രേഖകൾ ശ്രദ്ധാപൂർവം വായിക്കുക.